നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ ബെനസെറ്റ് 12-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വലിയൊരു വിശുദ്ധൻ. 1163 ജനിച്ച് 1184 നിത്യതയിലേക്ക് യാത്രയായ ഒരു പുണ്യാത്മാവ്. ഹെർമില്ലോൺ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആൽപ്സ് പർവ്വതനിരകൾക്ക് സമീപം റോൺ നദിക്ക് സമീപത്തായിട്ട് ഫ്രാൻസിൽ സാവോയ് പ്രദേശത്ത് ഹെർമില്ലോൺ എന്ന സ്ഥലം. അമ്മയുടെ ആടുകളെ മേയ്ക്കുന്ന താല്പര്യമുള്ള ജോലികളിൽ കൊച്ചുകുട്ടിയായിരിക്കെ തന്നെ അവൻ വ്യാപൃതനായിരുന്നു. പാലം പണിക്കാരുടെ മധ്യസ്ഥൻ എന്നാണ് വിശുദ്ധ ബെനസെറ്റിനെ കുറിച്ച് പറയുന്നത്. കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്. പാലം പണിക്കാരുടെ മധ്യസ്ഥനായിട്ട് ഒരു പുണ്യവാൻ. അതിന് പ്രത്യേക കാരണമുണ്ട്. ഒരു വലിയ പാലം പണിക്ക് വേണ്ടി അദ്ദേഹം നിയുക്തനായിരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഹെർമില്ലോൺ സാവോയ് പ്രവിശ്യയിലെ ഒരു സ്ഥലമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ പ്രദേശം 1792 അതായത് സാവോയ് പ്രദേശം 1792 ഫ്രഞ്ച് റിപ്പബ്ലിക്കിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതിനു മുമ്പ് തന്നെ 11 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളിൽ സാവോയ് വളരെ വിഖ്യാതമായ ഒരു സ്ഥലമായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥിതി നിലവിലിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഒരു ഭരണസിരാകേന്ദ്രമായിട്ട് തന്നെ കരുതപ്പെട്ട സ്ഥലമാണ് സാവോയ് പ്രദേശം. ഹൗസ് ഓഫ് സാവോയ് ഭരണത്തിൻ്റെ ഒരു സിരാപ്രദേശമായിരുന്നു. അങ്ങനെയുള്ള പ്രസിദ്ധമായ ഈ സ്ഥലത്ത് ഹെർമില്ലോണിൽ പിറന്ന നമ്മുടെ പ്രിയപ്പെട്ട ബെനസെറ്റ് ബാല്യകാലം മുതൽ അങ്ങോട്ട് മുഴുകിയിരുന്ന ആ പ്രധാനപ്പെട്ട ദൗത്യം ആടുമേയ്ക്കൽ. അദ്ദേഹം ആടുമേയ്ക്കുന്ന ജോലികളിൽ വ്യാപൃതനായിരിക്കുന്ന നാളുകളിൽ ഒരിക്കൽ 14 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു പ്രത്യേകമായ നിയോഗം ലഭിക്കുകയാണ്. അവിഞ്ഞോൺ എന്ന സ്ഥലത്ത് റോൺ നദിക്ക് കുറുകെ ഒരു പാലം പണിയണം. ഈ സമയത്തൊക്കെ പാലം പണി തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ റോൺ നദി കുറുകെ കിടക്കുന്നവരെ ആടുമേയ്ക്കലിനിടയിൽ തന്നെ സഹായിക്കുന്ന ഒരു സുഹൃത പ്രവൃത്തി അദ്ദേഹം ചെയ്യുമായിരുന്നു. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി റോൺ നദി കുറുകെ കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നെങ്കിൽ അവിടെ ബെനസെറ്റ് ഉണ്ടാവും സഹായിക്കാൻ. അങ്ങനെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന, സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്ന ഒരു വലിയ മനസ്സ് ബെനസെറ്റിനുണ്ടായിരുന്നു. ദൈവം ഇത് കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് വലിയൊരു നിയോഗം കൊടുക്കുന്നു, പാലം പണിയുക. പാലം പണിയുക എന്ന് പറയുന്നൊരു വലിയ ജീവകാരുണ്യ പ്രവൃത്തിയായിരുന്നു, പ്രത്യേകിച്ചും ആ കാലഘട്ടങ്ങളിൽ, മധ്യ കാലഘട്ടങ്ങളിലൊക്കെ. കാരണം ഒരുപാട് ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാൻ, തീർത്ഥാടകർക്ക്, സഞ്ചാരികൾക്കൊക്കെ മുൻപോട്ട് പോകാൻ പാലങ്ങൾ ആവശ്യമായിരുന്നു. പക്ഷേ പാലങ്ങൾ വേണ്ടത്ര ഇല്ലായിരുന്നു. അതുകൊണ്ട് പാലം പണിയെന്ന് പറയുന്ന ഒരു വലിയ സുഹൃതമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷേ എങ്ങനെ പണിയണം ഈ വലിയ വിശാലമായ റോൺ നദിക്ക് കുറുകെ ഒരു പാലം? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കാര്യമായ സാങ്കേതിക ജ്ഞാനമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിനു വേണ്ട അനുവാദമെല്ലാം വാങ്ങിച്ച് ആവശ്യമുള്ള എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹം തന്നെ അനുമതികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുകയാണ്. സഹായിക്കാനായിട്ട് പലരും വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പാലം പണിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള സമയം മുഴുവൻ 7 വർഷക്കാലം മാറ്റിവെക്കുകയാണ്. 1177 പാലം പണി തുടങ്ങി. പിന്നീടുള്ള 7 വർഷക്കാലം അതിനുവേണ്ടി മറ്റുള്ളവരുടെ ഒക്കെ സഹായത്തോടു കൂടി പാലം പണി പുരോഗമിച്ചു. 7 വർഷം കഴിഞ്ഞപ്പോൾ പാലം പണി ഒരു നല്ല പങ്കും പൂർത്തിയായി കഴിഞ്ഞെങ്കിലും അത് എല്ലാം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബെനസെറ്റ് നിത്യതയിലേക്ക് യാത്രയാകുന്നു. പുണ്യവാനായ ഒരു പാലം പണിക്കാരൻ. പാലം പണിക്ക് അദ്ദേഹത്തെ സഹായിച്ച് കൂടെ കൂടിയവരൊക്കെ വലിയൊരു സമൂഹമായിട്ട് തന്നെ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു. ഏറെ വൈകാതെ തന്നെ പാലം പണി പൂർത്തിയാക്കി. ഇദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യവും അദ്ദേഹത്തിൻ്റെ സേവന സന്നദ്ധതയും ദൈവത്തിലുള്ള വലിയ ആശ്രയബോധവും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് അത്ഭുതകരമായ വിധം ഈ പാലം പണിയപ്പെട്ടത് എന്ന് ജനം പൂർണ്ണമായി വിശ്വസിച്ചു.
കാരണം അസാധാരണമായ വിധമുള്ള അത്ഭുതങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ പാലം പണിക്കിടയിൽ സംഭവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ഒരു തരത്തിലും ജനങ്ങൾക്ക് ഒത്തുകൂടിയാൽ പോലും ചെയ്യാൻ വയ്യാത്ത വിധമുള്ള അത്യന്താധുനിക സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. ദൈവികമായ ഒരു ഇടപെടലിലൂടെ തന്നെ പാലം പണി അത്ഭുതകരമായിട്ട് പുരോഗമിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശുദ്ധനായിട്ട് ആ നാളുകളിൽ അറിയപ്പെട്ടിരുന്നു. പാലം പണിക്കാരനായ പുണ്യവാനെ പാലത്തിൽ തന്നെ സംസ്കരിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അന്നു മുതൽ തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായി കരുതിയതുകൊണ്ട് ആളുകൾ തീർത്ഥാടനം നടത്തി അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പാലത്തിൽ തന്നെ ഒരു പുണ്യവാൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ടു. അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. 1189 ബ്രിഡ്ജ് ബ്രദേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം ഈ പാലം പണിയുടെ തന്നെ ഭാഗമായിട്ട് പാലം പണിയുക എന്ന വലിയൊരു പുണ്യദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രൂപപ്പെട്ടു. ബ്രിഡ്ജ് ബ്രദേഴ്സ് അവരുടെ ദൗത്യം തന്നെ ആളുകളെ സഹായിക്കാൻ വേണ്ടി ജനോപകാരപ്രദമായ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്, പാലം പണിയുകയാണ്. ഇതിൻ്റെ ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഈ സമൂഹത്തിൻ്റെ മധ്യസ്ഥനായിട്ട് തന്നെ വിശുദ്ധ ബെനസറ്റിനെ അവർ സ്വീകരിച്ചു. മധ്യസ്ഥൻ മാത്രമല്ല, ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിന് തുടക്കം കുറിച്ച സ്ഥാപകനായിട്ട് തന്നെയാണ് ഈ സമൂഹം വിശുദ്ധ ബെനസറ്റിനെ സ്വീകരിച്ചത്. അപ്പോൾ ബ്രിഡ്ജ് ബ്രദേഴ്സിൻ്റെ ഫൗണ്ടറായിട്ട് മാറിയ വിശുദ്ധ ബെനസറ്റ് അദ്ദേഹത്തിൻ്റെ അഴുകാത്ത ശരീരം പിന്നീട് ഒരിക്കൽ ഈ പാലത്തിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണപ്പോൾ ജനങ്ങൾക്ക് കാണാനിടയായി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാലം ഇടിഞ്ഞു വീണു. 1669 17-ാം നൂറ്റാണ്ടിൽ പാലത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചിരുന്ന ഭാഗവും കൂടി ഇടിഞ്ഞു വീണു. അപ്പോഴാണ് ഈ അടക്കിയിരുന്ന പെട്ടിക്ക് തുരുമ്പ് പിടിച്ചെങ്കിൽ പോലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിനോ ഒരു കേടുപാടും സംഭവിച്ചില്ല എന്ന ഒരു വലിയ അത്ഭുതം ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അവികലമായിട്ട് യാതൊരു കുറവും കൂടാതെ ശോഭയോടുകൂടി അഴുകാത്തവനായിട്ട് അദ്ദേഹം കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ പരിമളം അങ്ങനെ കൂടുതൽ വ്യാപിക്കുന്നതിന് അത് ഇടയാക്കി. പിന്നീട് അങ്ങോട്ട് 1674 സെലസ്റ്റീൻ പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം മാറ്റം ചെയ്യപ്പെട്ടു. ആ ദൈവാലയത്തിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിച്ചിരുന്നത്. ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടങ്ങളിൽ, അതായത് 18-ാം നൂറ്റാണ്ടിൽ ഈ ദൈവാലയം ആക്രമിക്കപ്പെടുകയും അങ്ങനെ ആ ശരീരഭാഗങ്ങൾ അവിടെ നിന്നും വീണ്ടും മാറ്റാനിടയാവുകയും ചെയ്തു. പിന്നീട് അവശേഷിച്ച ശരീരഭാഗങ്ങൾ തന്നെ കേടുകൂടാതെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഏപ്രിൽ 14-ാം തീയതി പ്രത്യേകമായ വിധം അദ്ദേഹത്തിൻ്റെ തിരുനാളും ആഘോഷിക്കുന്നുണ്ട്. റോൺ നദിക്ക് കുറുകെ അവിഞ്ഞോണിലാണ് പാലം പണിയാനായിട്ട് ആവശ്യപ്പെട്ടത്. റോൺ നദി യൂറോപ്പിലെ തന്നെ വിഖ്യാതമായ നദികളിലൊന്നാണ്. അത് സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച് ജനീവ തടാകം പിന്നിട്ട് ഫ്രാൻസിൻ്റെ തെക്ക് കിഴക്കൻ മേഖലകളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. മെഡിറ്ററേനിയൻ കടലിൽ എത്തിച്ചേരുന്നു. കടലിൽ പതിക്കുന്നതിന് മുമ്പ് രണ്ടായിട്ട് അത് ഭാഗിക്കപ്പെട്ട് ഗ്രേറ്റ് റോൺ ആൻഡ് ലിറ്റിൽ റോൺ ഇങ്ങനെ രണ്ട് തരത്തിൽ അത് അറിയപ്പെടുന്നുണ്ട്. അവിഞ്ഞോൺ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിഞ്ഞോൺ പേപ്പസി എന്ന വിഖ്യാതമായ ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം നമുക്കൊക്കെ അറിവുള്ളതാണ്. 1309 മുതൽ 1377 വരെയുള്ള കാലഘട്ടങ്ങളിൽ 7 മാർപ്പാപ്പമാർ അവിഞ്ഞോണിലാണ് താമസിച്ചിരുന്നത്. അവിഞ്ഞോണിലായിരുന്നു കൊണ്ടാണ് സഭാഭരണം നടത്തിയിരുന്നതും. അങ്ങനെ അവിഞ്ഞോൺ ആ കാലഘട്ടങ്ങളിലൊക്കെ മാർപ്പാപ്പായുടെ ഒരു പ്രത്യേക കൺട്രോളിലും കൂടിയായിരുന്നു. പിന്നീട് അവിഞ്ഞോൺ എന്ന സ്ഥലം 1995 യുനെസ്കോയുടെ പോലും ഭാഗമായി യുനെസ്കോയുടെ തന്നെ ഒരു പ്രത്യേക വേൾഡ് ഹെറിറ്റേജ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന കാര്യവും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെയൊരു വലിയ ദൗത്യം വിഖ്യാതമായ ഒരു സ്ഥലത്ത് പ്രസിദ്ധമായ ഒരു നദിക്ക് കുറുകെ പാലം പണിതുകൊണ്ട് നിർവഹിച്ച പുണ്യവാൻ വിശുദ്ധ ബെനസറ്റ് ചരിത്രത്തിൽ നിന്നും ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമാണ്. അവിഞ്ഞോണിൻ്റെ പ്രത്യേക മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഏപ്രിൽ 14-ാം തീയതി തിരുസഭയിൽ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യവാൻ്റെ ജീവിതം അത്ഭുതകരമായ ഒരു പാലം പണിക്കാരൻ്റെ ജീവിതമാണ്. ഇന്നും പാലം പണിക്കാരുടെ മധ്യസ്ഥനായിട്ട് ഇദ്ദേഹം അറിയപ്പെടുന്നു എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
വിശുദ്ധ ബെനസറ്റിൻ്റെ ജീവിതത്തിൽ ഉയർന്നു നിന്നിരുന്ന അത്ഭുതകരമായ വിശുദ്ധിയുടെ ഇടങ്ങളിലേക്ക്, അതിൽ നിന്നും നമ്മൾ ആവാഹിച്ചെടുക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇനി തുടർന്ന് യാത്ര ചെയ്യുകയാണ്. പാലം പണിക്കാരനായ വിശുദ്ധ ബെനസറ്റിൻ്റെ ജീവിത മൂല്യങ്ങളുടെ വഴികളിലൂടെയുള്ള തീർത്ഥാടനം അനുഗ്രഹീതമാണ്. കൊച്ചു ചെറുപ്പത്തിൽ തന്നെ അമ്മയിൽ നിന്നും സ്വീകരിച്ച, മാതാപിതാക്കളിൽ നിന്നും സ്വീകരിച്ച സുഹൃതത്തിൻ്റെ വഴികളിൽ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുകയായിരുന്നു ഈ കൊച്ചു ബാലൻ. അതുകൊണ്ടാണ് ആടുമേയിക്കുന്ന പ്രായത്തിൽ തന്നെ ആവുന്ന വിധമെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനെത്തിയത്. റോൺ നദി കുറുകെ കടക്കാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെ ഈ കൊച്ചു ബാലൻ്റെ ഇതിലൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ യുവാവിൻ്റെ സഹായം കിട്ടുമായിരുന്നു. എപ്പോഴും സഹായിക്കാൻ സന്നദ്ധതയുള്ള കരം, അതാണ് ബെനസറ്റിൻ്റെ കരം. സഹായിക്കാനുള്ള സന്നദ്ധത അതൊരു വലിയ കാര്യമാണ്. ഉള്ളിൽ നിറയുന്ന പരിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ തികവിലാണ് ഒരാൾക്ക് സഹായഹസ്തമായിട്ട് ഞാൻ മാറുന്നത്. ഒരുപാട് ഇടുങ്ങിയ മനസ്സിലേക്കാണ് മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വാർത്ഥം, എൻ്റെ തന്നിഷ്ടം, എൻ്റെ സമയം, ഇങ്ങനെങ്ങ് പോകുന്ന നമ്മുടെ ചിന്തകൾ ഇടുങ്ങി വരുന്നു. ലോകം വിശാലമായിട്ട് വളരുന്നുവെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ അതിനകത്ത് ഇടുങ്ങിയ ഒരു മനസ്സുണ്ട്, വല്ലാതെ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു ചിന്ത. പലപ്പോഴും മനുഷ്യൻ ഈ ഭാരം ചുമക്കുന്നതല്ലാതെ ഈ ഇടുങ്ങിയ മനസ്സിൽ നിന്നും പുറത്തു കടക്കാൻ അത്ര കണ്ട് ശ്രമിക്കുന്നില്ല. ഇതാണ് വലിയ ദുരന്തം. മറ്റുള്ളവർക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ, സഹായിക്കാനെത്തുന്ന വ്യക്തികൾക്ക് റിസ്ക് ഉണ്ടാവും എപ്പോഴും. ഈശോയുടെ ജീവിതം മുഴുവനും റിസ്ക്കിയായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. തൻ്റെ ജീവിതം മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് കുരിശിൽ സമർപ്പിക്കാൻ മാത്രമുള്ള വലിയ റിസ്ക്, സമ്പൂർണ്ണ ബലിയായി സമർപ്പിക്കുന്ന റിസ്ക്, അവസാനത്തുള്ളി ചോരയും ചിന്തിയ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണമായ സമർപ്പണത്തിൽ ഉൾച്ചേരുന്ന വലിയ റിസ്ക്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നവനാണ് എന്ന് ഈശോ പഠിപ്പിച്ചു. നല്ല ഇടയൻ്റെ ഹൃദയ മനോഭാവങ്ങളിലൂടെ, നല്ല ഇടയൻ്റെ ജീവിത വഴികളിലൂടെയാണ് ശിഷ്യഗണങ്ങളൊക്കെ യാത്ര ചെയ്യേണ്ടത്. ഈ ഇടയനെ ശ്രവിക്കുന്ന ആടിൻ്റെ മനസ്സിൽ ഇടയൻ്റെ ജീവിതശൈലിയും സ്വഭാവവും സ്പന്ദനങ്ങളുമാണ് ഉണ്ടാവേണ്ടത്. ആ വഴിയിലൂടെയാണ് ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതയാത്ര മുൻപോട്ട് തുടരേണ്ടത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ, അവന് വേണ്ടി സമയം മാറ്റിവെക്കാൻ, അവൻ്റെ ആവശ്യങ്ങളിൽ അവസരോചിതമായിട്ട് ഇടപെടുവാനുള്ള ഒരു വിശാല മനസ്സിലേക്ക് നമുക്ക് വളർന്നെത്താൻ കഴിയട്ടെ. റിസ്ക് എടുക്കുമ്പോൾ നിസ്സാര കാര്യങ്ങൾക്കകത്ത് പോലും ഒരു വലിയ സമർപ്പണമുണ്ട്. ഒരു വഴിയിൽ കാണുന്ന മനുഷ്യന്, രോഗാവസ്ഥയിലായിരിക്കുന്നയാൾ, അപകടത്തിൽപ്പെട്ടയാൾ, ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് കടന്നു പോകാറുണ്ട്. ഈശോ പറഞ്ഞ കഥയിലെ, ഉപമയിലെ നല്ല സമറിയാക്കാരൻ്റെ ജീവിതം, നല്ല സമറിയാക്കാരൻ്റെ കഥയിൽ 3 വ്യക്തികളെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുമുട്ടുന്നുണ്ട്. മുറിവേറ്റ് വഴിയോരത്ത് നിരാധാരനായിട്ട്, ഏതാണ്ട് മരണപ്പെട്ട അവസ്ഥയിലെന്ന് ചിന്തിക്കാവുന്ന അത്രമാത്രം മുറിവേറ്റവനായിട്ട് വഴിയോരത്ത് കിടക്കുന്ന മനുഷ്യൻ. പുരോഹിതൻ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ നയിക്കേണ്ടവൻ, അദ്ദേഹത്തിൻ്റെ കാരണങ്ങളുണ്ട്, കടന്നു പോകുന്നു. പുറകെ വരുന്ന ലേവായനും അങ്ങനെ തന്നെ. പക്ഷേ സമൂഹത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട രീതിയിൽ എന്ന വിധം മാറ്റി നിർത്തപ്പെട്ട മനുഷ്യൻ സമറിയാക്കാരൻ. യഹൂദരുടെ മുമ്പിൽ അയാൾക്ക് വിലയില്ല, അയാൾ യഹൂദരുടെ ശത്രുവാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ഈശോ തൻ്റെ ഉപമയിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. ആ മനുഷ്യനാണ് ആ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ആ വ്യക്തിയിലൂടെയാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിലെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നത്. വളരെ വിപ്ലവകരമായ ഒരു കഥയല്ലേ അത്? ഈ വിപ്ലവകരമായ കഥയിലെ നല്ല സമറിയാക്കാരൻ അല്ലെങ്കിൽ സമാരിറ്റൻ എന്ന വ്യക്തി, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾക്ക് യാതൊരു കടപ്പാടുമുള്ളതല്ല. വഴിയിൽ കിടക്കുന്ന നിരാധാരനായ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനിൽ അദ്ദേഹം കാണുന്ന ഒരു ദൈവരൂപമുണ്ട്. അദ്ദേഹം അവിടെ ഇറങ്ങുന്നു, തൻ്റെ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഈ മനുഷ്യൻ ആരാണെന്ന് അന്വേഷിക്കുകയാണ്. എന്തു പറ്റിയെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. പക്ഷേ ആരായിരുന്നാലും, യഹൂദനാണെങ്കിലും സിറിയക്കാരനാണെങ്കിലും സമറിയക്കാരനാണെങ്കിലും ആരാണെങ്കിലും അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. ഓർക്കണം, യഹൂദരും സമറിയക്കാരും തമ്മിലുള്ള വലിയ സംഘർഷവും വെറുപ്പും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെങ്കിൽ ഇയാൾ ഒരു യഹൂദൻ തന്നെ ആയിരുന്നിരിക്കാം. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ചിന്തയെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നില്ല. ആരായിരുന്നാലും ഒരു മനുഷ്യജന്മമാണ്. ഇദ്ദേഹത്തെ, ഈ മനുഷ്യനെ പൊക്കിയെടുത്ത് തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അത്യാവശ്യം മുറിവുകൾ വെച്ച് കെട്ടി സത്രത്തിൽ കൊണ്ടുവന്നാക്കി പരിചരിക്കുന്നു. എന്നിട്ട് വീണ്ടും വന്ന് സഹായിക്കാൻ ഇനിയും എനിക്ക് സമയം ബാക്കിയുണ്ട്, തിരികെ വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ സമ്പത്തും എൻ്റെ സമയവും ഒക്കെ ഞാൻ പങ്കിട്ടുകൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതാണ് മറ്റുള്ളവർക്ക് വേണ്ടി കരം തീട്ടുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു നല്ല ഉദാഹരണം. അവിടെ റിസ്ക് ഉണ്ട്, അവിടെ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്, തൻ്റെതെന്ന് കരുതി പലതും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്.
തനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന വിധം അത്ര കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമുള്ള റിസ്ക് എടുക്കുവാനുള്ള ഹൃദയ നന്മയും വിശാലതയും സ്നേഹവും അത് യഥാർത്ഥ ദൈവവിശ്വാസത്തിൻ്റെ അർത്ഥവത്തായ ഒരു റോൺ നദിക്ക് കുറുകെ കടക്കാനുള്ള ഒരു ദൗത്യമാണ് പാലം പണി എന്ന നിലയിൽ വിശുദ്ധ ബെനസെറ്റ് ഏറ്റെടുത്ത് നടത്തുന്നത്. കുറുകെ കടക്കുക, മറികടക്കാനായിട്ട് സഹായിക്കുക, പ്രതിസന്ധികളെ മറികടക്കാനുള്ള സഹായം അത് പ്രധാനപ്പെട്ടതാണ്. ചെങ്കടൽ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെ അടിമത്തം വിട്ട് ഇസ്രായേൽ കാനാൻ ദേശത്തേക്ക് മുൻപോട്ട് നീങ്ങുന്ന വേളയിലാണ് ചെങ്കടൽ എന്ന വലിയ പ്രതിസന്ധി അവരുടെ മുമ്പിൽ അവതരിക്കുന്നത്. നിസ്സാരമായ കാര്യമല്ല. ചെങ്കടൽ കടന്നില്ലെങ്കിൽ മരണ ഉറപ്പാണ്. കാരണം ശത്രുക്കൾ അവരെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ചെങ്കടലെന്ന് പറയുന്ന വലിയ പ്രതിസന്ധി മുമ്പിൽ നിൽക്കുന്നു. ശത്രുപക്ഷം അവരെ കൊല്ലാനടുക്കുന്നു. ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് മോശ. തന്നെ ഏൽപ്പിച്ച ജനത്തെ മുഴുവനും അപ്പുറം കടത്താനുള്ള, മറുകരയെത്തിക്കാനുള്ള ദൗത്യം തനിക്ക് തന്നെ പറ്റില്ല. അതിനകത്തുള്ള റിസ്ക് തനിക്കെടുക്കാൻ പറ്റുന്നതല്ല എന്ന് തിരിച്ചറിയുകയാണ്. അതിനകത്തുള്ള ഭാരം തന്നെക്കൊണ്ട് തന്നെ താങ്ങാൻ പറ്റില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. പക്ഷേ ഇട്ടെറിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഭാരം താങ്ങാൻ പറ്റുന്നില്ലെങ്കിലും ചെയ്യേണ്ടത് കർത്തവ്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കരമുയർത്തുന്നു. മോശ ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നു. ദൈവം ഇടപെട്ടുകൊണ്ട് മോശയോട് പറയും, നീ വടി നീട്ടുക, കടലിൻ്റെ മീതെ വടി നീട്ടുക, കടൽ മാറിപ്പോകുന്നു. ജീവിതത്തിലെ ചെങ്കടൽ സമാനമായ പ്രതിസന്ധികൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിലുണ്ട്. എൻ്റെയും മറ്റുള്ളവരുടെയും മുമ്പിൽ ചെങ്കടൽ പോലത്തെ വലിയ പ്രതിസന്ധികൾ അവതരിക്കുമ്പോൾ, കടന്നു വരുമ്പോൾ അവിടെ നിന്നും മാറി നടക്കുകയല്ല, മറിച്ച് അത് മറികടക്കാനുള്ള ദിവ്യശക്തിയിൽ ആശ്രയിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന വലിയ സത്യം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. പരിശുദ്ധ അമ്മ എന്തു ചെയ്തോ ആ സമർപ്പണം നടത്തിയതിൻ്റെ പിന്നിലുള്ള ശക്തി ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ ആഴമേറിയ ബോധ്യമാണ്. ഈ ഒരു ബോധ്യമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ മുൻപോട്ട് നയിക്കേണ്ട ദിവ്യശക്തി. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അവിടുന്ന് ഇടപെടും. അവിടുന്ന് മറുകരയെത്തിക്കാൻ, എൻ്റെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ, പ്രതിസന്ധികളുടെ മറുകരയെത്തിക്കാൻ എന്നെ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ അവർ നിൽക്കുമ്പോൾ അവരെ പിടിച്ച് മറുകരയെത്തിക്കാനുള്ള മോശയുടെ ദൗത്യം പോലെയുള്ള ഒരു ദൗത്യം എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഞാൻ നടക്കുന്ന വഴികളിലൊക്കെ കാണും. അവിടെയൊന്നും മാറി നടക്കാനും വിട്ടുപേക്ഷിക്കാനും അല്ല വിശുദ്ധ ബെനസെറ്റിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം മാംസം ധരിച്ച അവസ്ഥയിൽ വിശുദ്ധ ബെനസെറ്റിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുക, മറികടക്കാൻ മറ്റുള്ളവരെ സഹായിക്കുക. ജീവിതത്തിലും പല പ്രതിസന്ധികൾ അല്ലാതെയുണ്ട്. ഒരു വ്യക്തിയെ ഒന്ന് ശ്രവിക്കുന്നതിലൂടെ അയാളുടെ പ്രതിസന്ധിയെ മറികടക്കാൻ ഞാൻ അയാളെ സഹായിക്കുകയാണ്. ഒരാൾക്ക് ശാന്തമായി ഇരുന്ന് അയാളെ ശ്രവിച്ചുകൊണ്ട് ഒരു ഉപദേശം കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ സാധിക്കുന്ന വിധം ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതിലൂടെയൊക്കെ ഒരു മനുഷ്യനെ പ്രതിസന്ധി മറികടക്കാൻ ഞാൻ സഹായിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം ഇവിടെയുണ്ട്. ഇനി അത് കൂടാതെ തന്നെ എനിക്കാവുന്ന വിധം എൻ്റെ അടുത്ത് വരുന്ന സഹോദരനെ ശാന്തമായി കേൾക്കാൻ, ആ സഹോദരനോട് സൗമ്യമായി ഇടപെടാൻ, ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ, ഒന്ന് വഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വലിയൊരു സമർപ്പണം, അത് മറികടക്കാനുള്ള എൻ്റെ ഒരു സഹായഹസ്തമാണ്. ഈ ഒരു തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊക്കെ നീട്ടേണ്ട സഹായഹസ്തം നമുക്കുണ്ട്. മിശിഹായുടെ കുരിശിൽ നീട്ടപ്പെട്ട കരങ്ങളുണ്ട്, പരിപൂർണമായി നീട്ടപ്പെട്ട കരങ്ങൾ. ഈ നീട്ടപ്പെട്ട കരങ്ങൾ മുഴുവനും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരം നീട്ടാൻ ഞാൻ തയ്യാറാവണം, സഹായഹസ്തം നീട്ടാൻ തയ്യാറാകണം എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കഴിയട്ടെ. പാലം പണിക്കാരനാണ് വിശുദ്ധ ബെനസെറ്റ്. പാലം പണി എന്ന് പറയുന്നത് ഒരു ദൈവനിയോഗമാണ്. ബെനസെറ്റിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതത്തിൽ പാലം പണി ഒരു ദൈവനിയോഗമാണ്. ഇന്നും പാലം പണിയാനുള്ള വിളിയാണ് എനിക്കും നിനക്കും കിട്ടിയിരിക്കുന്നത്. ചങ്ങാതി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി തകർന്ന ചുറ്റുവട്ടങ്ങളിൽ പാലങ്ങൾ തകർന്നു കിടക്കുന്നത് നാം കാണും. കുടുംബ ബന്ധങ്ങളുടെ പാലങ്ങൾ തകർന്നിരിക്കുന്നു. ആരാണ് അടിസ്ഥാനപരമായിട്ട് പാലം പണിക്കാരൻ? അത് മിശിഹായാണ്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പണിയുവാനുള്ള നിയോഗമാണ് ഈശോ മിശിഹ ഏറ്റെടുത്തത്. ഈ പാലം പണി ക്രിസ്തുവിലൂടെയാണ് അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തിയാവുന്നതും. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു പാലം, തകർന്ന മനുഷ്യൻ്റെ, പാപത്തിൽ കുടുങ്ങിയ തകർന്നുപോയ മനുഷ്യജന്മങ്ങളെ പരിപൂർണ്ണ രക്ഷയിലേക്ക് നയിക്കുന്ന രക്ഷകനായി മാറിക്കൊണ്ട്
ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഏകരക്ഷകനായി മാറിക്കൊണ്ട് യഥാർത്ഥ പാലം പണിക്കാരനായി മാറിയ വ്യക്തി ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് പാലം പണിക്കാരൻ എന്ന പേരിന് ഏറ്റവും യോഗ്യനായ വ്യക്തി ആ അർത്ഥത്തിൽ ക്രിസ്തുവാണ്. ഈ ഒരു ചൈതന്യമാണ് നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ബന്ധങ്ങൾ തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പാലമായിട്ട് മാറാൻ, ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മാറാൻ കർത്താവ് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ചുറ്റുപാടുകളിൽ ഇന്ന് മതിലുകളാണ് പണിയുന്നത്. മതിലുകൾ ബന്ധങ്ങളെ തകർക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യനെ മനുഷ്യനിൽ നിന്നും മതി എന്ന് പറഞ്ഞുകൊണ്ട് മതിൽ കെട്ടി മാറ്റി നിർത്തുന്ന ഒരു അപകട സാഹചര്യം, ഒരു ദുരന്തം, ഇത് ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു വല്ലാത്ത വ്യഥയാണ്. അവിടെയെല്ലാം നമുക്ക് പാലമായിട്ട് മാറാൻ, പാലം പണിയുന്ന വ്യക്തിയായി മാറാനായിട്ട് കഴിയണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ മറ്റുള്ളവരെ ഒന്ന് കുറുകെ കടക്കാൻ സഹായിക്കുക, ഒന്ന് പാലം പണിത് അവരെ ബന്ധിപ്പിക്കാൻ സഹായിക്കുക. ഈ ഒരു വലിയ ദൗത്യം പ്രധാനപ്പെട്ടതാണ്. ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലൊരു വഴിയിൽ യാത്ര ചെയ്യുന്ന വേളയിൽ തിരക്ക് പിടിച്ചൊരു പട്ടണത്തിലാണ്. അംഗവൈകല്യമുള്ള ഒരു സാധുവൃദ്ധൻ റോഡിൽ കൂടി ഇഴഞ്ഞു നടക്കുന്ന പോലെ ഒരു ചെറിയ വണ്ടിയിൽ ഇഴഞ്ഞു നടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒന്ന് കുറുകെ കടക്കണം പോലും, അദ്ദേഹത്തിന് ഒരു പാലമായിട്ട് മാറാൻ ആരുമില്ല. അവിടെ വണ്ടികൾ ഇങ്ങനെ വല്ലാതെ ചീറിപ്പായുന്നത് കൊണ്ട് തന്നെ അത് സാധിക്കുന്നില്ല. ഈ മനുഷ്യന് മറുവശത്തേക്കൊന്ന് കടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു വണ്ടി പോലും നിർത്തുന്നില്ല. ആരും ഒന്ന് വണ്ടി നിർത്തിയിട്ട് അദ്ദേഹത്തെ ഒന്ന് മറുകര എത്തിക്കാൻ സഹായിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. ഇത്തിരി സമയം നോക്കി നിന്നപ്പോൾ സത്യത്തിൽ എനിക്കും തോന്നി, ഞാനിവിടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് ശരിയല്ല. ഒരു നിമിഷം ദൈവത്തെ ഓർത്തിട്ട് വണ്ടികളൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് ആ മനുഷ്യൻ്റെ വണ്ടിയിൽ തന്നെ സാവധാനം മറുകരയ്ക്ക് ഇപ്പുറത്തെ വഴിയിലേക്കൊന്ന് എത്തിച്ചു കൊടുത്തപ്പോൾ എന്തോ ഒരു ആനന്ദമായിരുന്നു ആ കണ്ണുകളിൽ. നിസ്സാര കാര്യമാണ്, ഒരു കൊച്ചു കാര്യം, പക്ഷേ ആ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു കൊച്ചു കാര്യം, എത്രയെത്ര ജീവിതങ്ങളിലേക്ക് കരങ്ങൾ നീട്ടാൻ നമുക്ക് കഴിയണം. ഏതെല്ലാം സാഹചര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പാലം പണിയാനുള്ള ഈ വലിയ ദൗത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവുന്ന വിധം മറ്റുള്ളവരുടെ അടുത്ത് ഒരു കൊച്ച് ബന്ധിപ്പിക്കുന്ന പാലമായിട്ട് മാറാൻ കഴിഞ്ഞാൽ അവിടെ അനുഗ്രഹമായി, അർത്ഥപൂർണമായി നമ്മുടെ ജീവിതം തകരുന്ന ബന്ധങ്ങളുടെ നടുവിൽ ഒരു നിറസാന്നിധ്യമായിട്ട് നിൽക്കുക. നമ്മുടെ ജീവിതം തന്നെ പലപ്പോഴും മറ്റുള്ളവരെ ബന്ധിപ്പിക്കാനായിട്ടാണോ അകറ്റാനായിട്ടാണോ കാരണമാക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരെ അകറ്റുകയായിരിക്കും, ഒരാളിൽ നിന്നും വേറൊരാളെ അകറ്റുന്നതായിരിക്കും. അവിടെ വീണ്ടും നമ്മൾ മതിൽ പണിത് കഴിഞ്ഞു. ഇങ്ങനെ പണിയപ്പെട്ട മതിലുകൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലുണ്ടെങ്കിൽ കൃത്യമായിട്ടത് പൊളിച്ചെടുക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ മൂലം പണിയപ്പെട്ട മതിലുകൾ, എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന മതിലെന്ന വലിയ ഒരു അടഞ്ഞ, ഇടിഞ്ഞ, അകന്ന ഒരു സംസ്കൃതി, അത് എൻ്റെ ജീവിതത്തിലൂടെ എന്തെങ്കിലും ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടിച്ചു തകർത്തുകൊണ്ട് പാലം പണിതുകൊണ്ട് തമ്പുരാനിലേക്ക് ആളുകളെ എത്തിക്കുന്ന, പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾ തീർക്കുന്ന ഒരു ജീവിതശൈലി രൂപപ്പെടുത്താനായിട്ട് ദൈവം നമ്മോടിന്ന് വിശുദ്ധ ബെനസെറ്റിലൂടെ ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ ബെനസെറ്റിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ട് ബ്രിഡ്ജ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു സമൂഹം തന്നെ രൂപപ്പെട്ടു വന്നു. ഏതാണ്ട് സന്യാസ സമൂഹത്തിന് സമാനമായ ഒരു സമൂഹം തന്നെ അവിടെ രൂപപ്പെട്ടു വന്നു. ഈ സമൂഹം അദ്ദേഹം കൊളുത്തിവെച്ച തിരുനാളം ഏറ്റുവാങ്ങിയവരാണ്. ഞാനൊരു നിറസാന്നിധ്യമായിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് മാറുമ്പോൾ എൻ്റെ ജീവിതം അർത്ഥപൂർണമായ ഒരു കരുതലിൻ്റെയും കരം നീട്ടുന്ന സാന്നിധ്യവുമൊക്കെ ആയിട്ട് മാറുമ്പോൾ അവിടെ എൻ്റെ വഴിയിലൂടെ തുടരാനായിട്ട് കുറച്ച് കൂട്ടുകാരെനിക്കുണ്ടാകും. ഒരു കുടുംബത്തിൽ ഒരാൾ ഒരു പാലം പണിക്കാരനായി മാറിയാൽ, ഒരാൾ ഒരു സഹായഹസ്തമായി മാറിയാൽ ആ കുടുംബം മുഴുവനും ആ വഴിയിൽ കൂടുതൽ വളരും. ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ഇതുപോലെയുള്ള ഒരു സ്നേഹത്തിൻ്റെ സഹായഹസ്തം നീട്ടുന്ന, പാലം പണിയുന്ന മനുഷ്യനായി മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആയിരിക്കുന്ന ഇടവും, ആ വ്യക്തി ജീവിക്കുന്ന ഓഫീസും, ജോലി ചെയ്യുന്ന ഇടങ്ങളുമൊക്കെ മറ്റുള്ളവരെ ആ വഴിക്ക് തിരിക്കുന്ന സജീവ സാന്നിധ്യമായി മാറും. ഇത്തരം നിറസാന്നിധ്യമായി മാറുവാനുള്ള ദൈവവിളി സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയട്ടെ. വിശുദ്ധ ബെനസെറ്റിൻ്റെ ജീവിതം ജ്വലിച്ചു നിൽക്കുന്ന ഒരു തിരുനാളമാണ്. അതിൽ നിന്നും തിരികൾ കൊളുത്തി നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കാനും അത് പങ്കുവയ്ക്കാനും നമുക്ക് ഇന്ന് തീരുമാനമെടുക്കാം. നമുക്ക് മിഴിപൂട്ടി ദൈവസന്നിധിയിലേക്ക് തിരിയാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശുദ്ധ ബെനസെറ്റിൻ്റെ ജീവിത വഴികളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. അത്ഭുതകരമായ വിധം പാലം പണിക്കാരനായി മാറിയ പുണ്യവാൻ ഞങ്ങളുടെ ജീവിതങ്ങളിലും പുതിയൊരു വെളിച്ചം തരുന്നല്ലോ.
വിശുദ്ധരെ അവിടുന്ന് നിയോഗിക്കുന്നത് വലിയ മാതൃകകളായി ചൈതന്യങ്ങളായിട്ടാണല്ലോ. നല്ല ദൈവമേ, തകർന്ന ജീവിതങ്ങളെ, ബന്ധങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചാലും, ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള തകർന്ന കുടുംബങ്ങളിൽ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങയുടെ അരൂപിയുടെ ചൈതന്യത്താൽ ബന്ധങ്ങളെ യോജിപ്പിക്കുന്ന പാലം പണിക്കാരായി മാറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയാലും, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ അവിടെയൊക്കെ സ്നേഹബന്ധങ്ങളുടെ വിശുദ്ധിയുടെ പാലങ്ങൾ നിർമ്മിക്കുവാൻ, എവിടെയെങ്കിലും തകർച്ചയുടെ മതിലുകളുണ്ടെങ്കിൽ, അകൽച്ചയുടെ മതിലുകളുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചെടുക്കുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ. മറ്റുള്ളവർക്ക് എപ്പോഴും സഹായഹസ്തം നീട്ടുന്ന വ്യക്തികളായി, സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സഹായത്തിൻ്റെ അടയാളങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തിയാലും, നല്ല ദൈവമേ, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും ആത്മാർത്ഥതയോടും കൂടി ഞങ്ങൾ വർദ്ധിക്കുവാനിടയാവട്ടെ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഞങ്ങളുടേതായി കാണുവാനുള്ള വിശാല മനസ്സ് നൽകിയാലും, മറ്റുള്ളവർക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ, അവർക്ക് വേണ്ടി ആരോഗ്യം പങ്കുവയ്ക്കുവാൻ, അവർക്ക് വേണ്ടി ആവശ്യമുള്ളതെല്ലാം പങ്കുവയ്ക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കണമേ. നീ ആഗ്രഹിക്കുന്ന വിധമുള്ള സംശുദ്ധമായ സ്നേഹം ഞങ്ങളെ നിറച്ചാലും, നല്ല ദൈവമേ, ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതങ്ങളെ തിരുമുമ്പിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിച്ചാലും, മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾ വളരുന്നതിന് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സാന്നിധ്യവും കാരണമായി തീരട്ടെ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, പുണ്യവാനായ വിശുദ്ധ ബെനസെറ്റ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.